നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ചാണ്ടി ഉമ്മനെ UDF തഴയുകയാണെന്നും അദ്ദേഹത്തിന് യാതൊരുവിധ ചുമതലകളും നൽകുന്നില്ല എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നമ്മുടെ സൈബർ ഇടങ്ങളിൽ നടക്കുകയാണ്. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ യാതൊരു ചുമതലയും നൽകിയില്ല എന്ന തരത്തിലാണ് പ്രചരണങ്ങൾ നടക്കുന്നത്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒന്നാമത് UDF അല്ല, കോൺഗ്രസ്. കോൺഗ്രസ് ചാണ്ടി ഉമ്മനെ തഴയുന്നു, ചാണ്ടി ഉമ്മന് ചുമതലകൾ കൊടുക്കുന്നില്ല, ചാണ്ടി ഉമ്മനെ സൈഡാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ 2-3 ദിവസമായി സൈബർ ഇടങ്ങളിലും മാത്രമല്ല ചില വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് യാതൊരു വാസ്തവവും ഇല്ലെന്നുള്ളതാണ് പല കോൺഗ്രസ് നേതാക്കളും പങ്കുവച്ചത്. അത് ചാണ്ടി ഉമ്മൻ തന്നെ പങ്കുവച്ചു. ചാണ്ടി ഉമ്മൻ പറഞ്ഞ എന്തോ ചുമതലകളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു ദിവസം ചുമതലയുള്ളായിരുന്നു, എനിക്ക് വേറെ ചുമതല ഇല്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കാഷ്വലായി പറഞ്ഞു പോയതാണ്. അദ്ദേഹത്തിന് വേറെ ഒത്തിരി ജോലികളുണ്ടായിരുന്നു. അപ്പം അവിടെ പോയി താമസിച്ച്, അതായത് കോൺഗ്രസിന്റെ മുഴുവൻ MLA-മാർക്കും 20 MLA-മാർക്കും ചെന്നിത്തല ഉൾപ്പെടെ 21 പേർക്കും അവിടെ ചുമതലകൾ പ്രത്യേകം വീതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവര് വന്ന് ചുമതല ഏറ്റെടുത്ത് അവര് ഓരോ ബൂത്ത് തലത്തിലും പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഒക്കെ അവര് പ്രവർത്തിക്കുകയല്ലേ. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള ഭിന്നത മൂലമാണ് അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിയത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഒരിക്കലുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് എന്താണ് ഭിന്നത? ഒരു ഭിന്നതയും ഇല്ലല്ലോ. കാരണം രാഹുൽ മാങ്കൂട്ടം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരിൽ ഒരാളായിരുന്നു. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നപ്പോൾ തന്നെ അവരുമായി, അതായത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും മറ്റ് ഗ്രൂപ്പുകളുമായി നല്ല ബന്ധത്തിലുമായിരുന്നു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് പോലും ചാണ്ടി ഉമ്മനും ടീമും ഒക്കെ നല്ല രീതിയിൽ അതിന്റെ പിന്തുണ നൽകിയ കൂട്ടത്തിലാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങാൻ കാരണം തന്നെ ചാണ്ടി ഉമ്മൻ പറഞ്ഞൊരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പാലക്കാടിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാറ്റി നിർത്തപ്പെട്ടു, ചുമതലകൾ നൽകിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മാറ്റി നിർത്തപ്പെട്ടു എന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടത്. ചുമതലകൾ നൽകിയില്ല എന്ന് പറഞ്ഞു. ചുമതലകൾ ആരാ കൊടുക്കേണ്ടത്? ആരും അങ്ങനെ ചുമതലകൾ പ്രത്യേകം കൊടുക്കേണ്ട കാര്യമല്ലല്ലോ. അതൊരു പാർട്ടിയുടെ കോൺഗ്രസിന്റെ ഒരു അഭിമാന പ്രശ്നമല്ലേ. അപ്പോൾ അവിടെ ഒരു ദിവസം മാത്രമേ അദ്ദേഹത്തിന്റെ സേവനം അവിടെ ലഭിച്ചുള്ളൂ. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം പലപ്പോഴും പുതുപ്പള്ളിയിൽ പോയിട്ടില്ല. കാരണം ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം അവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ ശേഷം അധികം പോയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ തിരക്കുകൾ മൂലമാകാം. തലേ ദിവസം ഈ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേ ദിവസമാണ് അദ്ദേഹം അവിടെ പോയി ആശീർവാദം വാങ്ങിക്കാനായിട്ട് കല്ലറയിൽ പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ആ വീഡിയോ ഒക്കെ നമ്മൾ വൈറലായി കണ്ടതാണ്. അന്ന് ചാണ്ടി ഉമ്മനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് ചാണ്ടി ഉമ്മൻ മലർന്നു കിടന്ന് തുപ്പുകയാണെന്നും പരാതികളുണ്ടെങ്കിൽ തിരുവഞ്ചൂർ അതിനു മുൻപും പറഞ്ഞു. അദ്ദേഹം ചാണ്ടി ഉമ്മൻ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. മലർന്നു കിടന്ന് തുപ്പുകയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അപക്വമായ പ്രസ്താവനയാണ്. അങ്ങനെ ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ 21 MLA-മാരും കോൺഗ്രസിന്റെ 21 MLA-മാരും അവിടെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിലെ അതൃപ്തിയല്ലേ കാണിക്കുന്നത്? അതായത് ചാണ്ടി ഉമ്മനെ പോലെയുള്ള യുവ നേതാവാണ്, ഒരു ഗ്രൂപ്പിന്റെ വക്താക്കളാണ്. അത് തലയുയർത്തി തന്നെ എന്ന് പറയാൻ പറ്റും. ഉമ്മൻചാണ്ടി സാറിന്റെ മകനാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയിൽ ചാണ്ടി ഉമ്മന് ഒരു അംഗീകാരം പാർട്ടിയിലുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഭൂരിപക്ഷത്തിൽ, ഉമ്മൻചാണ്ടി സാറ് പോലും ഒരിക്കൽ നേടാത്ത ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളി അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും അദ്ദേഹത്തെ നെഞ്ചിലേറ്റുകയും ചെയ്തു. പുതുപ്പള്ളിയിൽ ഇപ്പോൾ മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു ആളായിട്ട്, അല്ലൊരു ജനപ്രതിനിധിയായിട്ട് മാറിയില്ലേ ചാണ്ടി ഉമ്മൻ? അത് ചാണ്ടി ഉമ്മന്റെ മാത്രം മിടുക്കല്ല, പാർട്ടിയുടെ മിടുക്കും കൂടെയാണ്. പാർട്ടിയെയും ഉമ്മൻചാണ്ടി സാറിന്റെ ഒക്കെ മിടുക്കാണ്. ഉമ്മൻചാണ്ടി സാറ് ചെയ്തു വെച്ച പല വികസന പ്രവർത്തനങ്ങൾക്കും നാന്ദി കുറിക്കാൻ വേണ്ടി, അത് തുടർന്ന് നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂള് പണി, ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടതാണ്. ഒരു സ്വിമ്മിംഗ് പൂള്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്വിമ്മിംഗ് പൂളാണ് അവിടെ കൊണ്ടുവരാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്ന ഒരു ചിത്രം
അതിന്റെ ആളുകളുമായി ഡിസ്കഷൻ നടത്തുന്ന ഒരു ചിത്രമൊക്കെ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു. അപ്പൊ അദ്ദേഹം ഒരുപാട് തിരക്കിലാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രചരണത്തിൽ പോയിരുന്നു. മഹാരാഷ്ട്രയിൽ ഒരു പ്രചരണത്തിൽ നിൽക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തും പോയി. പിന്നെ അതിനുശേഷം അദ്ദേഹം വത്തിക്കാനിൽ പോയിരുന്നു. എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ പോയതിനു ശേഷം അവിടുന്ന് ആണ് വത്തിക്കാനിൽ പോയെന്നാണ് എൻ്റെ അറിവ്. കാരണം ഈ വത്തിക്കാനിൽ ലോകമത സംവാദം നടന്നായിരുന്നു. ഇവിടുന്ന് ശിവരിയിലെ സ്വാമിമാരും എല്ലാം പങ്കെടുത്ത ഒരു സംവാദമായിരുന്നു. അതില് അതിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് അത് നേതൃത്വം നൽകിയെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അദ്ദേഹം അവിടെ പോയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം തോന്നുന്നു അദ്ദേഹം മടങ്ങി വന്നത്. അല്ല, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെയുള്ള ഒരു കാര്യമാണ്, പരാതികൾ ഉണ്ടെങ്കിൽ പാർട്ടിയെ നേരിട്ട് അറിയിക്കണം, പരസ്യമായി പറയരുത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അത് പറയുന്നുണ്ട്, പരാതികൾ ഉണ്ടെങ്കിൽ പറയാം, പക്ഷെ അതിങ്ങനെ പരസ്യമായിട്ട് പറയരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്കിടയിലെ ഭിന്നതയാണോ കാണിക്കുന്നത്? അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലായാലും അല്ലെങ്കിൽ തിരുവഞ്ചൂരായാലും പറഞ്ഞത് ശരിയാണ്. പരാതികൾ ഉണ്ടെങ്കിൽ അതിന്റെ പുറത്തിൽ പറയണം. അല്ലാതെ പൊതു സമൂഹത്തിലല്ല അത് പറയേണ്ടതെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ പരാതിയായിട്ടല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചോദിച്ചതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. അത്രേ ഉള്ളൂ. അതല്ലാതെ ഒരു പരാതി ഉന്നയിച്ചതല്ല, അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതല്ല, അല്ലെങ്കിൽ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയതല്ല അദ്ദേഹം. ഇതിനൊരു വിശദീകരണമായിട്ട് ചാണ്ടി ഉമ്മൻ തന്നെ രംഗത്ത് വന്നിരുന്നു. ചാണ്ടി ഉമ്മൻ പറഞ്ഞത്, താൻ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്, അതായത് തനിക്ക് ചുമതല നൽകിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന വിശദീകരണം. ആയിരിക്കാം, അപ്പൊ ശരിയായിരിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ വിശദീകരണത്തിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന് പരാതി ഉണ്ട് എന്നുള്ള കാര്യം. ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ ആർക്കായാലും തോന്നുന്ന ഒരു പരാതിയായിരിക്കും. ആർക്കാരും അങ്ങനെയല്ലേ തോന്നുന്നത്, എന്നെ മാത്രം ഒഴിവാക്കിയോ എന്നുള്ളൊരു ചിന്ത ആർക്കാരും ഉണ്ടാകത്തില്ല. പക്ഷെ ആ സമയങ്ങളിൽ പോലും അദ്ദേഹം മറ്റ് ജോലികളിൽ വ്യാപൃതനായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഇതിനെ ഒരു വലിയൊരു വിവാദമാക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ.